അപ്പോൾ പതിവ് പോലെ എൻ്റെ കൈ പിന്നെയും പിങ്കിലോട്ട് തന്നെ പോയി. ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള അൽമാര ബൈ പുളിമുട്ടിൽ സിൽക്സിലാണ്. അവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് വെളുപ്പായിട്ടോ. ടർക്കിഷ് ഓർഗൻസ മെറ്റീരിയൽ ആയിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടാത്തതുകൊണ്ട് സാറ്റിൻ മെറ്റീരിയലിൽ ഈ ഒരു ഗോൾഡൻ വർക്ക് വരുന്ന മെറ്റീരിയൽ ഞാൻ എടുത്തു. ഇത് മാത്രമല്ല, ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചന്തേരി ഫാബ്രിക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ചന്തേരി ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്നതും അതുപോലെ ത്രെഡ് വർക്കൊക്കെ വരുന്ന ഡിസൈൻസ് ആയിരുന്നു. ഇതുപോലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന ചന്തേരി ഫാബ്രിക്സിന് 750, 850 ഒക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ്. അപ്പോൾ പതിവ് പോലെ എൻ്റെ കൈ പിന്നെയും പിങ്കിലോട്ട് തന്നെ പോയി. ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള അൽമാര ബൈ പുളിമുട്ടിൽ സിൽക്സിലാണ്. അവിടുത്തെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് വെളുപ്പായിട്ടോ. ടർക്കിഷ് ഓർഗൻസ മെറ്റീരിയൽ ആയിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടാത്തതുകൊണ്ട് സാറ്റിൻ മെറ്റീരിയലിൽ ഈ ഒരു ഗോൾഡൻ വർക്ക് വരുന്ന മെറ്റീരിയൽ ഞാൻ എടുത്തു. ഇത് മാത്രമല്ല, ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചന്തേരി ഫാബ്രിക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ചന്തേരി ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്നതും അതുപോലെ ത്രെഡ് വർക്കൊക്കെ വരുന്ന ഡിസൈൻസ് ആയിരുന്നു. ഇതുപോലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന ചന്തേരി ഫാബ്രിക്സിന് 750, 850 ഒക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ്.